ഡീസ്റ്റാബിലൈസ്ഡ് ഇറാൻ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കുറേ മിലീഷ്യകൾ ചേർന്നിട്ടുള്ള ഒരു 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 സംഗതിയായിട്ട് അത് മാറും. അത് മേഖലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇറാന് മിസൈലുകളുണ്ട്, അവർക്ക് എന്താണ് എയർ സുപ്പീരിയറിറ്റി ഇല്ലെന്നേ ഉള്ളൂ. ഇതൊന്നുമില്ലാത്ത അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ 20 വർഷക്കാലമാണ് അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഫൈറ്റ് ചെയ്തത്, അവരില്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? താലിബാൻ വാസ് റീപ്ലേസ്ഡ് ബൈ എ പവർഫുൾ താലിബാൻ. അപ്പോൾ ഈ റെജീം ചേഞ്ച് ഇത് മാറ്റുക എന്നുള്ളത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അത് ഫയർ പവറിലൂടെ ബോംബിങ്ങിലൂടെ നടക്കാൻ പോകുന്ന കാര്യമല്ല. ഞാൻ പറയുന്നത് പരമാവധി ടെഹ്റാനിൽ ഈ പറയുന്ന റസാ ഷാ പഹ്ലവിയെ കൊണ്ടുവന്ന് എയർ ഡ്രോപ്പ് ചെയ്യാൻ പോലും ഒരുപക്ഷെ അമേരിക്ക സാധിച്ചെന്നിരിക്കും. പക്ഷെ അപ്പോഴും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കൂടുതൽ ഗുരുതരമായതിലേക്കാണ് പോവുക. ഇപ്പോൾ ഇറാൻ ഇപ്പോൾ അപ്പർ ഹാൻഡുള്ള ഒരേ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു എക്കണോമിക് വാർഫെയർ ആക്കിയിട്ട്, ഒരു മിലിറ്ററി വാർഫെയർ എന്നുള്ളതിൽ നിന്ന് ഒരു എക്കണോമിക് വാർഫെയർ ആക്കി അവർ മാറ്റി. അതിലവർ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകം ആകെ സ്തംഭിച്ച് നിൽക്കുന്നത്. നാറ്റോ എന്ന് പറയുന്ന സംഗതി, നാറ്റോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരണമെന്ന് പറയുകയാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. നാറ്റോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പക്ഷേ ആ പ്രതീക്ഷക്കൊത്ത് അവർ ഉയർന്നില്ല എന്ന് സങ്കടം പറയുകയാണ്. അതെന്തുകൊണ്ടാണ്? അത് അമേരിക്കയെ ഹെൽപ്പ് ചെയ്യരുതെന്ന തീരുമാനം കൊണ്ടല്ല, ഇതൊരു എക്കണോമിക് വാർഫെയറായി മാറിക്കഴിഞ്ഞു എന്ന് ലോകം തിരിച്ചറിയുകയാണ്. ആ എക്കണോമിക് വാർഫെയർ വന്നാൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ സ്പൈറലിംഗ് എഫക്റ്റ്, അതിൻ്റെ കാസ്കേഡിങ് എഫക്റ്റ്, തലങ്ങും വിലങ്ങും അതുണ്ടാവും. നമ്മുടെ വെള്ളിയറമ്പങ്ങാടിയിൽ ഹോട്ടലുകൾ അടച്ചു പൂട്ടുന്നത് മുതൽ തുടങ്ങുന്നതാണ് അതിൻ്റെ ഇങ്ങേ തല എന്ന് പറയുന്നത്. അപ്പോൾ അത് മനുഷ്യൻ്റെ സാമ്പത്തിക രംഗത്ത് വരുന്ന ഇത്തരം ചലനങ്ങൾ അത്ര പെട്ടെന്ന് കയ്യിൽ പിടിച്ചാൽ നിൽക്കുന്നതല്ല. അപ്പോൾ ഒരു മിലിറ്ററി വാർഫെയറിനെ ഒരു എക്കണോമിക് വാർഫെയർ ആക്കി മാറ്റാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. അത് എത്ര കാലം സസ്റ്റെയിൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ അതും ഈ ഇറാൻ്റെ എങ്ങനെയാണ് ഹോർമുസ് കടലിടുക്ക് ഇറാൻ നിയന്ത്രിക്കുന്നത്? അവിടെ ഈ ഗൺ ബോട്ടുകൾ ഉപയോഗിച്ചും മറ്റു നിലക്കുള്ള മൈനുകൾ ഉപയോഗിച്ചൊക്കെ ആയിരിക്കും ആ മിലിറ്ററി ആസറ്റ്സും അമേരിക്ക നശിപ്പിക്കാമെന്ന് വിചാരിക്കുക, സമ്പൂർണ്ണമായി നശിപ്പിക്കാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിനെ ഡിഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഹോർമുസിൽ ഇവരുടെ എസ്കോട്ടോടുകൂടി കപ്പലുകൾ പോകാമെന്ന് വിചാരിക്കുക. പക്ഷേ എസ്കോട്ടോടുകൂടി കപ്പലുകൾ പോകാൻ വെച്ചാൽ ഒരു ദിവസം 100 കണക്കിന് കപ്പലുകളെ ഇങ്ങനെ എക്സ്കോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത്ര എന്താ പറയുക, പ്രാക്ടിക്കലല്ല. അതിന് വരുന്ന എക്സ്പെൻസ് എഗൈൻ അതിഭീകരമായിരിക്കും. പക്ഷേ ഇനി അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക, ഇവരുടെ മുഴുവൻ ഗൺബോട്ടുകളും ഫ്രിഗേറ്റ്സുകളും എല്ലാം തകർത്തെന്ന് വിചാരിക്കുക. പക്ഷേ എഗൈൻ ഒരു കടലിലൊരു ഗറില്ല വാർഫെയർ ആയിരിക്കും പിന്നെ രൂപപ്പെടാൻ പോകുന്നത്. അത് ഇന്നത്തേക്കാൾ കൂടുതൽ ഗുരുതരമായ സാഹചര്യമായിരിക്കും.